ഇപ്പോഴെന്താണ് സ്ഥിതി? ഈ സംസ്കാരം നടക്കാൻ ഇപ്പോൾ തന്നെ സമയം 5:15. ആ ഒരു പ്രശ്നമൊക്കെ പതുക്കെ ഒന്ന് അവസാനിച്ചോ? ഉടനടി സംസ്കാരം നടത്താനുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടോ? ദിവേഷ്, ഇതുവരെയും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഒരു വശത്ത് സമരം പ്രതിഷേധം തുടരുന്നു, മറുവശത്ത് സർവകക്ഷി യോഗവും നടക്കുന്നു. അതായത് പ്രതിഷേധക്കാർ ഇപ്പോഴും നടുറോട്ടിൽ ഈ മൃതദേഹവുമായുള്ള ആംബുലൻസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആംബുലൻസ് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല. വനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകണം എന്നതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം നടപ്പിലാക്കും വരെയും ഈ രണ്ട് ആംബുലൻസുകളും രണ്ടുപേരുടെയും വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളെ ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും മന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കെ ശശീന്ദ്രൻ സർവകക്ഷി യോഗത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനമെന്ന് അറിയിക്കും. അതിനുശേഷം മന്ത്രി ഒരുപക്ഷെ നേരിട്ട് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മന്ത്രി എത്തണമെന്നതാണ് അവരുടെ ആവശ്യം. നേരത്തെ KPCC അധ്യക്ഷനും കണ്ണൂർ MP കെ സുധാകരനും പിന്നീട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും സംഭവ സ്ഥലത്തെത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇരുവർക്കുമെതിരെ ഉണ്ടായത്. ഇരുവരെയും തടയുകയുണ്ടായി. പിന്നീട് അവർക്ക് അവിടെ നിന്ന് പിന്തിരിച്ചു പോകേണ്ടി വന്നു. സമാനമായ രീതിയിലുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ജില്ലാ കളക്ടർ അടക്കം സംഭവ സ്ഥലത്തെത്തി ഇവരുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നു. പക്ഷേ നേരത്തെ അത്രയും വലിയ പ്രതിഷേധമല്ലെങ്കിൽ കൂടി അവരതിൽ ഉറച്ചു നിൽക്കുന്നു. ആംബുലൻസുകൾ ഇപ്പോഴും നട റോഡിൽ തന്നെ കിടക്കുകയാണ്. ഒരടി പോലും മുന്നോട്ട് ആംബുലൻസുകൾക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ വളരെയധികം വൈകാനുള്ള സാധ്യതയാണ്. മന്ത്രി സർവകക്ഷി യോഗത്തിനൊക്കെ ശേഷം അവിടെ എത്തി കണ്ട് സംസാരിച്ച് ഉറപ്പുകളൊക്കെ നൽകിയതിനു ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ വാഹനങ്ങൾക്ക് അവർ ഈ ലീലയുടെയും വെള്ളിയുടെയും വീടുകളിലേക്ക് എത്തി വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിലേക്കൊക്കെ കടക്കാൻ കഴിയുക. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന പല നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ആനമതിൽ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കണം. ആനമതിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന കാലയളവിൽ അവിടെ ശക്തമായ ഫെൻസിങ് സ്ഥാപിക്കണം. ഒപ്പം അടിക്കാട് എല്ലാ മാസത്തിലും അല്ലെങ്കിൽ എല്ലാ കൃത്യമായ ഇടവേളകളിൽ അടിക്കാട് വെട്ടി വൃത്തിയാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഓരോരുത്തരും സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കം ഉന്നതതല യോഗം വിളിച്ച കാര്യമൊക്കെ സർവകക്ഷി യോഗത്തിൽ മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം പ്രശ്നപരിഹാരത്തിന് ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആനമതിൽ എപ്പോൾ പൂർത്തിയാകും എന്ന കാര്യത്തിലടക്കമുള്ള തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. അതിശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ ഇന്നും ആറിനത്ത് കാണാനാവുന്നത്. ശക്തമായ പ്രതിഷേധം അവിടെ തുടരുന്നു എന്നുള്ളതാണ്. അതായത് അവര് മുന്നോട്ട് വെച്ച് കുറേ ആവശ്യങ്ങളുണ്ട്. അതിലൊന്നും ഒരു മറുപടി പറയാനായിട്ടില്ല ഇതുവരെയും. അല്ല, എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. കാരണം മറുപടി പറയേണ്ടവർ ഇത് എന്ത് ചെയ്യണമെന്ന് അവർക്കും പിടുത്തമില്ലാത്തൊരു കാര്യമല്ല. കാലങ്ങളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി എന്നവണ്ണം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നമ്മൾ ദിനംപ്രതി എന്നവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് മനുഷ്യസാധ്യമായ പ്രതിരോധങ്ങൾ നമ്മൾ ചെയ്തു. എന്നിട്ടും ഇത് സംഭവിക്കുമ്പോഴാണ് പിന്നെ നമുക്കൊരു നിസ്സഹായ അവസ്ഥയുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 27 ഈ മാസം 27-നാണ് യോഗം ചേരുന്നത്.